ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഏത് ചാപ്റ്റർ ആണെന്ന് വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇറ ആ ഒരു ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റ് ക്ലാസ്സിലൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ വേറൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മൾ മീറ്റിൽ ഡിസ്കസ് ചെയ്ത 2 പോയിൻറ്റ്സ് ചേഞ്ചിങ് പീപ്പിൾസും എമർജൻസ് ഓഫ് നാഷണലിസവും ആയിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഒരു 2 ടോപ്പിക്സാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ്, ദെൻ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫോർമേഷൻസ് ഓഫ് അസോസിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അസോസിയേഷൻസ് എന്നും ഇതിൻ്റെ ഫോർമേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു അസോസിയേഷൻസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുണ്ടായിട്ടുണ്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടും അസോസിയേഷൻസിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ടുമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്നും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് formation of association. Okay, a number of regional organizations came into existence at various parts of India as a result of this growing awakening. ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഭാഗമായിട്ട്, ആ ഒരു അവേക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും റീജിയണൽ ഓർഗനൈസേഷൻസ്, പ്രാദേശിക സംഘടനകൾ രൂപപ്പെടുന്നു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ ആൻഡ് ഇന്ത്യൻ അസോസിയേഷൻ വേർ എ ഫ്യൂ എമംഗ് ദം. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഫോം ചെയ്ത റീജിയണൽ ഓർഗനൈസേഷൻസിൻ്റെ എക്സാമ്പിൾസാണ്. ഓൾ ദീസ് ഓർഗനൈസേഷൻസ് ഗേവ് പ്രയോറിറ്റി ടു ദ റീജിയണൽ പ്രോബ്ലംസ്. അതായത് ഇത്തരത്തിൽ രൂപം കൊണ്ട എല്ലാ റീജിയണൽ ഓർഗനൈസേഷൻസും റീജിയണൽ പ്രോബ്ലംസിന് പരിഹാരം നൽകുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ ഒരു ഓർഗനൈസേഷൻ്റെ രൂപീകരണം ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sanskrit College, Bombay, on 28 December 1885. 1885 ഡിസംബർ 28-നാണ് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. ബോംബെയിലുള്ള തേജ്പാൽ സംസ്കൃത കോളേജിലെ ഒരു ഓഡിറ്റോറിയം, വിശാലമായിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു INCയുടെ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫറൻറ്റ് പാർട്സിൽ നിന്നുള്ള ഒരു 72 മെമ്പേഴ്സ്, ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പല പല ഓർഗനൈസേഷൻസിനെ ആയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് റീജിയണൽ ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു റീജിയണൽ ഓർഗനൈസേഷൻസിനെല്ലാം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഡിഫറൻറ്റ് പാർട്സിൽ നിന്ന് വന്ന 72 മെമ്പേഴ്സായിരുന്നു ഈ ഒരു അസോസിയേഷൻ്റെ രൂപീകരണത്തിൽ ഉണ്ടായിരുന്നത്. ദേ വെയർ ഓഫ് ഡൈവേഴ്സ് അറ്റയർ, റിലിജിയൻ ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ ഇവർ പല വസ്ത്രധാരണങ്ങളുള്ളവരും അതുപോലെ തന്നെ പല റിലീജിയനിൽ ഉൾപ്പെടുന്നവരും വിവിധ ലാംഗ്വേജുകൾ സംസാരിക്കുന്നവരുമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ 72 പ്രദേശങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണവും ലാംഗ്വേജും എല്ലാം തന്നെ എൻ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. W.C. Banerjee presided over this meeting initiated by the former British civil servant A.O. Hume. അതായത് വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചാണ് ഈ 72 മെമ്പേഴ്സ് എത്തിയിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരെ W.C. ബാനർജിയുടെ അധ്യക്ഷതയിലുള്ള ഒരു യോഗമായിരുന്നു ചേർന്നത്. A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു സിവിൽ സെർവൻറ്റ്, ഫോമർ ബ്രിട്ടീഷ് സിവിൽ സെർവൻ്റ് ആയിട്ടുള്ള A.O. ഹ്യൂമാണ് ഇത്തരമൊരു മീറ്റിംഗ് നടപ്പിലാക്കുന്നതിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത്. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ദിസ് മീറ്റിംഗ്. ഈ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ഫോർമേഷൻ സംഭവിക്കുന്നത്. ദ മേജർ എയിംസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെയർ. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INCയുടെ പ്രധാനപ്പെട്ട എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ഫെലോ ഫീലിംഗ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക, ഒരു ഫെലോ ഫീലിംഗ് വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു INCയുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ്, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയലിറ്റീസ്. അതായത് ജാതി, മതം, അതുപോലെ തന്നെ പ്രാദേശിക ചിന്തകൾ എന്നിവയ്ക്കെല്ലാം അതീതമായിട്ട് നാഷണാലിറ്റി, ദേശീയത എന്നുള്ളൊരു ബോധം വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് എയിം. തേർഡ് വൺ ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. അതായത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അതോറിറ്റീസ്, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അടുത്തൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 പ്രധാനപ്പെട്ട എയിംസ് ആയിരുന്നു നമ്മുടെ INCയുടെ ഫോർമേഷനിൽ ഉണ്ടായിരുന്നത്. വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദ എജിറ്റേഷൻസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റൈൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് നേച്ചർ. അതായത് INCയുടെ രൂപീകരണത്തോട് കൂടിയിട്ട് ഒരു ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസിന് ഒരു ഓർഗനൈസ്ഡ് നേച്ചർ കൈവരുന്നു, ഒരു സംഘടിത ഭാവം കൈവരുന്നു. എന്തിന്? നമ്മുടെ ആൻറ്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസിന്. Such organized agitations against the British power can be called the national movement. ബ്രിട്ടീഷ് പവറിനെതിരെ നടന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം അജിറ്റേഷൻസിനെയാണ് നമ്മൾ നാഷണൽ മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. Based on the style and strategies of the organizations, the national movement can be divided into 3 phases. അതായത് നമ്മുടെ ഈ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ ആ ഒരു സ്റ്റൈലും സ്ട്രാറ്റജീസിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 3 ആയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, സെക്കൻഡ് വൺ ദ പീരിയഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം ആൻഡ് ലാസ്റ്റ് വൺ ഗാന്ധിയൻ ഇറ. അപ്പോൾ പ്രധാനമായിട്ട് 3 ആയിട്ടാണ് നമ്മൾ ഈ ഒരു പീരിയഡിനെ ഡിവൈഡ് ചെയ്തത്. മോഡറേറ്റ് നാഷണലിസമെന്നും എക്സ്ട്രീം നാഷണലിസമെന്നും അതുപോലെ തന്നെ ഗാന്ധിയൻ ഇറ എന്നും. The period from 1885 to 1905 was of moderate nationalism. അതായത് 1885 മുതൽ 1905 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ മോഡറേറ്റ് നാഷണലിസം എന്ന് പറയുന്നത്. The leaders of this period were English educated. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത്. The prominent among them were Dadabhai Naoroji, Gopalakrishna Gokhale, Badruddin Tayabji and Firoz Shah Mehta. അപ്പോൾ ഇവരിൽ പ്രധാനപ്പെട്ട മോഡറേറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ദാദാബായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തയാബ്ജി ആൻഡ് ഫിറോസ് ഷാ മെഹ്ത എന്നിവരായിരുന്നു. Their policy was to bring the common problems and demands to the notice of the British government by means of petition, resolutions and protest. അപ്പോൾ ഈ ലീഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പെറ്റീഷൻ, ദെൻ റെസൊല്യൂഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്, ഈ ഒരു മെത്തേഡായിരുന്നു അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡിഡ് നോട്ട് പ്രോപ്പർലി കൺസിഡർ ദം. പക്ഷേ നിർഭാഗ്യവശാൽ ബ്രിട്ടീഷേഴ്സ് ഈ പെറ്റീഷനും അതുപോലെ തന്നെ റെസൊല്യൂഷനും പ്രൊട്ടസ്റ്റും ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാൻ ബ്രിട്ടീഷേഴ്സ് ശ്രമിച്ചിരുന്നില്ല. These leaders studied the root causes of the poverty in British India, and these studies formed the ideological base for the national movement. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ പോവർട്ടി, അതായത് ദരിദ്രമായത് എങ്ങനെയാണെന്ന് ഈ ഒരു ലീഡേഴ്സ് പഠിക്കുകയുണ്ടായി. അപ്പോൾ അവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു ഐഡിയോളജിക്കൽ ബേസ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 2 ടോപ്പിക്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസ്. അപ്പോൾ ഈ 2 ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.